കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ പ്രചുര പ്രചാരണത്തിലുള്ള ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണ്. കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അവർക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള അബദ്ധ ജടിലമായിട്ടുള്ള ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും കോവിഡ് വാക്സിനും ഹൃദയാഘാതം തമ്മിലുള്ള ബന്ധവും എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും നടത്തിയ പഠനത്തിൽ കോവിഡ്-19 ശേഷം മുതിർന്നവരിൽ മരണനിരക്കിലുണ്ടായ പെട്ടെന്നുള്ള വർധനവിന് കൊറോണ വാക്സിനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാതവും കൊറോണ വാക്സിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ICMR നടത്തിയ പഠനത്തിൽ കൊറോണ വാക്സിനും ഹൃദയാഘാതവും തമ്മിൽ ഒരു ബന്ധവും കണ്ടെത്തിയിട്ടില്ല എന്ന് മന്ത്രാലയം പറയുന്നു. 2023 മെയ് മുതൽ ഓഗസ്റ്റ് വരെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 47 ആശുപത്രികളിലായിട്ടാണ് ഈ പഠനം നടത്തിയത്. 2021 ഒക്ടോബറിനും 2023 മാർച്ചിനുമിടയിൽ പൂർണ്ണമായും ആരോഗ്യവാനായിരുന്നുവെങ്കിലും പെട്ടെന്ന് മരിച്ചവരിലാണ് ഈ പഠനം നടത്തിയത്. കൊറോണ വാക്സിൻ യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് പഠനം വ്യക്തമാക്കിയിട്ടുണ്ട്. യുവാക്കളിലെ പെട്ടെന്നുള്ള മരണവും കൊറോണ വാക്സിൻ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. രാജ്യത്തുടനീളം യുവാക്കളിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ ഏറി വരികയാണ്. ആ സമയത്താണ് ഈ പഠനം വരുന്നത്. പെട്ടെന്നുള്ള മരണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാൻ ICMRും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പഠനത്തിൽ പെട്ടെന്നുള്ള മരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം മോശം ജീവിതശൈലിയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള മോശം ലൈഫ് സ്റ്റൈൽ, മലയാളികളുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും വളരെ മോശമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. പ്രോട്ടീൻ ബേസ്ഡ് ഫുഡുകളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ പ്രധാനമായും കാർബോഹൈഡ്രേറ്റും ശരീരത്തിൽ ഗ്ലൂക്കോസും പിന്നെ ഫാറ്റും എന്തിനു പറയുന്നു, ഈ അറബി ഭക്ഷണങ്ങളായിട്ടുള്ള ഷവർമ, മയോണൈസ്, കുഴിമന്തി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം കൂടുതൽ കഴിച്ച് നമ്മുടെ ശരീരത്തിലെ രക്തം കൂടുതൽ വിസ്കോസിറ്റി ഉള്ളതാകുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കൂടുന്നു, രക്തം വിസ്കോസിറ്റി ഉള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് ചെറുപ്പത്തിലെ തന്നെ യുവാക്കൾ പോകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ ജീവിതശൈലി മാറ്റിയാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൊറോണ വാക്സിന് തിടുക്കത്തിൽ അംഗീകാരം നൽകുകയും വിതരണം ചെയ്യുകയും ചെയ്തതാണ് സംസ്ഥാനത്തെ യുവാക്കളുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞതിന് പുറകെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇപ്പോൾ സകലമാന മേഖലയിൽ നിന്നും, അതായത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മേഖലയിൽ നിന്നും ബന്ധപ്പെട്ടവരുടെ മേഖലയിൽ നിന്നും എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോവിഡ് വാക്സിൻ അല്ല ഹൃദയാഘാതത്തിന് കാരണമെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.